ഞാൻ അഭിനയിച്ച സിനിമ തന്നെയാണ്. അതുകൊണ്ട് സിനിമ റിവ്യൂ ഞാൻ പറയുന്നതിൽ കാര്യമില്ല. എല്ലാവരും സിനിമ കാണാം. എൻ്റെ നാട്ടിൽ, എൻ്റെ സ്വന്തം നാട്ടിൽ നിലമ്പൂരും പരിസര പ്രദേശങ്ങളിലും ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ഒരു കൾച്ചർ നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു കൾച്ചറാണ്. അപ്പം എല്ലാവരും പോയി സിനിമ കാണുക. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. പടം കണ്ടു. നല്ല പടം, വളരെ നല്ല പടം. എന്താ പറയുക, മലയാള സിനിമയ്ക്ക് പുതിയൊരു നായകൻ, നല്ല എന്താ പറയുക, അടിപൊളി ഒരു ഉശിരുള്ള അടിക്കാനും ഇടിക്കാനൊക്കെ പറ്റിയ നല്ലൊരു നായകനെ കിട്ടിയിട്ടുണ്ട്. കേൾക്കുന്നില്ല. അതെ അതെ അതെ, പുതിയൊരു ഡയറക്ടറോട് നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ളൊരു പടമാണ്. സിനിമ അടിപൊളിയായിരുന്നു, അത് എല്ലാവരും പറയണം. എനിക്ക് എൻ്റെ സമയത്ത്, നമുക്ക് കാക്കയ്ക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞാണല്ലോ, എൻ്റെ സമയത്ത് എൻ്റെ സിനിമ എനിക്ക് നല്ലതാണ്. ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല, എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഭയങ്കര ഇമോഷണലായിട്ട് നിൽക്കുകയാണ്. ഇവിടെ എൻ്റെ തന്നെ ഉള്ളൂ, ഞാൻ വേറെ എവിടെയുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ടുണ്ട്, സിനിമ കാണണം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതെ, ഒരുപാട് ചെറിയ ചെറിയ എലമെന്റ്സ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതൊക്കെ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരുപാട് സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണാം. സജിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിൽ ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായകനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യ സംരംഭമാണത്. ഇതിലെ ക്യാമറാമാൻ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭമാണ്. ഇതിൽ ഹക്കീം ഷാ എന്ന പുതിയ ഒരു നായക നിരയിലേക്ക് മലയാളത്തിൽ പുതിയൊരു വാഗ്ദാനത്തെ കൊണ്ടുവന്നൊരു പടമാണ്. കടകൻ ചാലിയാറിൻ്റെ മണലിൻ്റെ അവിടുത്തെ മനുഷ്യരുടെ പച്ചയായ കഥയാണ് യഥാർത്ഥത്തിൽ അഭ്രപാളിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ ആഘോഷിക്കാനുള്ള എല്ലാ എലമെൻറ്റും, ഫൈറ്റ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഇതിലെ BGM ആണെങ്കിലും ഇതിലെ നടന്മാരുടെ പെർഫോമൻസ് ആണെങ്കിലും ഒരു കൂട്ടം കലാകാരന്മാരുടെ രംഗപ്രവേശനം കൂടിയാണ് യഥാർത്ഥത്തിൽ കടകൻ. ആ അർത്ഥത്തിൽ കടകനെ സെലിബ്രേറ്റ് ചെയ്യണം. കടകനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള എല്ലാ എലമെൻറ്റും ഇതിലുണ്ട്. അത് 100% ഗ്യാരണ്ടിയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് മാത്രം ആവശ്യപ്പെടുകയാണ്. അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു നല്ലൊരു ആക്ഷൻ മേക്കിംഗ് പടമാണ്. തിയേറ്റർ കുലിക്കിയതാണ്. എനിക്ക് തോന്നുന്നത് ബാലിബാൻ കഴിഞ്ഞിട്ട് ഇതാണ് തിയേറ്റർ കുലിക്കിയത്. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് കാണുക. പിന്നെ ഒരു ലോറിൻ്റെ സീൻ ഉണ്ട് ഇതിൻ്റെ അകത്ത് സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ അതോട്ടാണ് ഒരു കടകൻ്റെ ഒരു ബീജം വരും. പിന്നെ അങ്ങോട്ട് പടം വേറെ ലെവലാണ്. പിന്നെ മാസും എല്ലാം നല്ലൊരു പടമാണ്. അപ്പോൾ ഈ സജിൽ മാമ്പറിൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ നമ്മളത് ഞെട്ടിക്കുന്ന ഒരു രീതിയിലാണ് പുള്ളി ഡയറക്ഷൻ ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും പടം ഹിറ്റാവും, ഉറപ്പാണ്. പടം നല്ലതാണ്. പടത്തിന്റെ മേക്കിംഗ് എല്ലാം നല്ല രീതിക്ക് തന്നെയാണ്. നമ്മുടെ നിലമ്പൂർ എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. മേക്കിംഗ് ആണെങ്കിൽ എല്ലാം ഡയറക്ടർ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹക്കീം ഷാജാനും അവരുടെ എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എല്ലാവരും നല്ല കിടക്കാൻ പെർഫോമൻസ് ആണ്. പിന്നെ ഒരു ലോറി സീൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, അത് നല്ല അടിപൊളി സീനായിരുന്നു വിത്ത് ടൈറ്റിൽ കാർഡ്. അതെല്ലാവരും കാണേണ്ട ഒരു സാധനമാണ്. അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനമൊക്കെ അതിൽ വരുന്നത്. ഒന്ന് പറഞ്ഞാൽ പടം നല്ല ഗംഭീര പടമാണ്. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പടം എല്ലാവരും വന്ന് വിജയിപ്പിക്കേണ്ടതാണ്. ഓക്കെ.